ഇതിന്റെ മെയിൻ പാപ്പാൻ. നടുറോഡിലാണോ ആനയെ തളിക്കുന്നത്? അതെ, തളച്ചതല്ല, ആന അവിടെ നിന്നതാ. അതിനാണെങ്കിൽ ഞാൻ തന്നെ മാറ്റിത്തരാം. എന്നാ ഇങ്ങോട്ട് ഇറങ്ങി വന്ന് മാറ്റിക്കേ. ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇറങ്ങി ഒരു മിനിറ്റ്. സ്റ്റൈല് സ്റ്റൈല് താൻ, ഇത് സൂപ്പർ സ്റ്റൈല് താൻ, ഇത് സ്റ്റൈല് കേട്ട മൈനമാനടി. കേശുകുട്ടി, ആ മാറി അല്പ സൈഡോട്, അല്പ റൈറ്റിലോട്ട് മാറിയില്ല കേശുകുട്ടി. കേശുകുട്ടി, ഇങ്ങോട്ട് മാറിക്കാൻ, ഇങ്ങോട്ട് മാറിക്കാനാ പറഞ്ഞത്. എന്റെ തനി സ്വഭാവം നിനക്കറിഞ്ഞൂടാ. എന്നെ നാണം കെടുത്തരുത്. അതെ, എന്താണറിയോ, എന്റെ അച്ഛന്റെ അടുത്തുണ്ട് ഒരു വൃത്തികെട്ടവൻ. അവനാ ഇവരെ ഇവിടെ കൊണ്ട് നിർത്തിയത്. അതിന്റെ ചെറിയൊരു പിളക്കൊണ്ട് എന്റെ അടുത്ത് രാവിലെ പോലെ തന്നെ. ഇനിയിപ്പോ അവൻ തന്നെ ഒന്ന് മാറ്റണ്ടല്ലേ. നമ്മൾ വെറുതെ ആരെയും പിളക്കണ്ടല്ല അല്ലേ. ഞാൻ അവനെ വിളിക്കാം. തൊടോടാ. വല്ല പെമ്പിള്ളാരും എന്ന് പറയുമ്പോ നിനക്ക് ഭയങ്കര സെന്റിമെന്റ്സ് അല്ലേ. ഞാൻ പറയുമ്പോ മാത്രം വലിയ വെയിറ്റ്. നീ ആനയില്ല, നീ ഒരു കോഴിയാ. എന്റെ ദൈവമേ, ഈ മനുഷ്യനായാലും മൃഗങ്ങളായാലും പെണ്ണെന്ന് പറഞ്ഞ ഒരു വീക്ക്നെസ് ആയി പോയല്ലോ. ഇതൊരു പറ്റിയ സന്ദർഭമാണല്ലോ. എന്താ നീ കടന്ന് വിളിച്ചു പോകുന്നേ? അവൻ ആർക്കുമെങ്കിലും ആത്മാർത്ഥതയുണ്ടോ, ഉത്തരവാദിത്വമുണ്ടോ? ആർക്ക്? കേശവൻകുട്ടിക്ക്. അനന്തന്, ശങ്കരൻകുട്ടിക്ക്. ആനയെ നട റോട്ടിക്കൊണ്ട് നിർത്തിയിട്ട് എവിടെയാ ബന്ധം പോയിരിക്കില്ല. നീ നിന്റെ കാര്യം നോക്കിയാ മതി. കേശവൻകുട്ടിയെ ശങ്കരൻകുട്ടി നോക്കിക്കോളും. നോക്കിക്കോളും. ഇപ്പൊ ഞാൻ വന്നിലേക്ക് കാണായിരുന്നു. എല്ലാരും കൂടെ ജയിലിൽ പോയി ഇരുമ്പോയി എന്നെ. എന്താ സംഭവം? നീ ഒന്ന് തെളിച്ചു പറ. ഒന്നും പറയണ്ടങ്ങുന്നേ. കേശവൻകുട്ടി ചങ്ങലയും പൊട്ടിച്ച് നട റോട്ടിൽ കൂടെ ഓടി. എന്നിട്ടെന്താ, ഞാനും രണ്ടും കൽപ്പിച്ച് പുറകെ ഓടി. നോക്കുമ്പോ ഫ്രണ്ടിൽ ഒരു മാരുതി കാർ. കേശവൻകുട്ടി ഒന്ന് നിന്നു. തുമ്പിക്കൈ ഉയർത്ത് ചിഹ്നം വിളിച്ച് അലറിക്കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്ത പെണ്ണിനെ പിടിക്കാൻ നോക്കുമ്പോഴേക്കും ഞാൻ അലറി വിളിച്ചു, കേശവൻകുട്ടി വിറച്ചോണ്ട്. കേശവൻകുട്ടി അവിടെ നിന്നു. പിന്നെ പെണ്ണിന്റെ ഭാഗത്ത് തന്നെയായിരുന്നു മിസ്റ്റേക്ക്. അവളെ കണ്ടാൽ തന്നെ അറിയാം ആ വേഷം നടപ്പ് ഒരു അലവിലാതെ വൃത്തികേടിന്റെ അലമ്പിന്റെ അങ്ങേ അറ്റത്ത് വിവരം കെട്ട എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. നല്ല വിവരമുള്ള സുന്ദരിയായ സുശീലയും സാമർത്ഥ്യവും ആഭിജാത്യവും ഉള്ള ഒരു കുടുംബത്തിലെ കുട്ടിയാണ്. അവളെ ഒന്ന് കൂളായിട്ട് തുമ്പിക്ക് വിളിച്ചൊരു സൈഡിലേക്ക് മാറ്റി എന്നിട്ട് കാറ് റെഡിയൊക്കെ പോയി. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഈ കുടുംബത്തിലെ കുട്ടിയായിരിക്കും. കത്തപ്പ കറക്റ്റാ, ഇവിടുത്തെ കുട്ടി തന്നെ. എന്നാ ഞാൻ വരട്ടെ, ആനയ്ക്ക് ഫുഡ് കൊടുക്കാനുള്ള ടൈമായി. വരട്ടെ, നീ കാണാമല്ലോ. ഒരു റൊമാൻസിന് പറ്റിയ ടൈം. ആ കുരങ്ങ ഇവിടെ ഇല്ലാത്ത നന്നായി. സുപ്രഭാതം. പുലർകാലെ പുഴയിൽ നീരാടി വരും നീർമാതളത്തിൻ നിറമുള്ള നാരീമണിയെ കണി കാണുന്നത് അത്യുത്തമം. പിന്നെ ഓട്ടംതുള്ളൽ മാത്രമല്ല, കഥകളി, ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ എനിക്കറിയാം. പക്ഷെ ഇത് കവിതയാ. ഇയാളെ കണ്ടപ്പോ എന്റെ മനസ്സിലിങ്ങനെ ഓടിയെത്തിയിട്ടുണ്ട്. ബൈ ദ ബൈ, ഗായത്രി പറയും, എനിക്കാണോ അതോ അവനാണോ യഥാർത്ഥത്തിൽ ഒരു ആനയുടെ കത്ത്? ആന പാപ്പാന്റെ കത്ത്. വട്ടല്ല കുട്ടി, കത്ത്, ഫേസ് കത്ത്. അത് ചേട്ടന് തന്നെയാ. ചന്ദ്രൻകുട്ടി ചേട്ടന് പിന്നെ ഒരു പാപ്പാന്റെ മിടുക്കും ചുറുചുറുക്കും ഒക്കെ ഉണ്ടെങ്കിലും കണ്ട ഒരു സ്കൂൾ മാഷോ പാട്ടുകാരനോ എന്നൊക്കെ പറയൂ. അതൊക്കെ അവന്റെ വെറും അഭിനയല്ലേ. അസലൊരു ക്രിമിനലിന്റെ മനസ്സാ അവൻ്റെത്. ഇയാള് സൂക്ഷിച്ചോളണം. ലേഡീസിനോട് അപമര്യാദയായിട്ട് പെരുമാറാൻ ഒരു മടിയില്ലാത്തവനവൻ. രാവിലെ ഈ പരദൂഷണം കൊണ്ടുവരാൻ നാണാവുന്നില്ല ചേട്ടാ.
ഇങ്ങനെ പണിയൊന്നും ചെയ്യാണ്ട് ഉഴപ്പി നടക്കാതെ പോയി കുളിച്ച ആനപ്പിടം വരാൻ നോക്ക്. ആനപ്പിണ്ടം വരാൻ ഞാൻ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആരെ? എന്റെ അച്ഛന. ചെല്ല് ചെല്ല്. അവനെ ഇവിടെ നിന്ന് പടിയടച്ച് പിണ്ടം വെക്കാതെ ശരിയാവില്ല. എന്താ? ഒന്നുമില്ല, ചെല്ല്. ആരാത് പുതിയൊരു കഥാപാത്രം? അത് ചന്ദ്രക്കുട്ടി ചേട്ടനല്ലേ, നമ്മുടെ പുതിയ പാപ്പാൻ? ഓ, അന്നത്തെ സംഭവം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. 4-5 പാപ്പാമാര് വരെ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ പറ്റാതിരുന്ന കേശവൻകുട്ടിയല്ലേ ശങ്കരൻകുട്ടി ചേട്ടൻ ഒറ്റയ്ക്ക് ഒതുക്കിയത്. എന്നിട്ട് ആനപ്പുറത്ത് കയറി ഒരു വരവേ, എന്തൊരു ധൈര്യ! കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് ഓർക്കുമ്പോ ദേ രോമാഞ്ചപ്പെടുന്നു. മതി മതി നിന്റെ ഒരു രോമാഞ്ചം. അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാ ശങ്കരൻകുട്ടി ചേട്ടന് കൊടുത്തെന്നറിയോ? അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല. അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല. പെട്ടിയിൽ വെച്ചിരിക്കാം, ആർക്കും സമ്മാനിക്കാം. ശരിക്കും പറഞ്ഞ എന്ത് കൊടുത്താലും മതിയാവും. വെള്ളിക്ക് ഓർഡറുമായിട്ടല്ലേ കഥ. ഫലിത ബിന്ദുക്കൾ. കുളിക്കുന്ന സ്വഭാവമില്ലാത്ത ഒരാളെ സേവന വാരത്തോടനുബന്ധിച്ച് കുറെ പേർ ചേർന്ന് കുളിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഒരാൾ, ഇവൻ വെളുത്തു വരുന്നുണ്ട്. അപ്പോൾ കുളിച്ചുകൊണ്ടിരുന്ന, അയ്യോ ഇത് വെളുത്തു വരുന്നതല്ല, എന്റെ പനിയനാണ്. ചിരിക്കടാ. എടാ, പനിയൻ കറുത്തു പോയതാണെന്ന് മനസ്സിലായില്ലേ? അത് ചന്ദ്രക്കുട്ടി ചേട്ടനല്ലേ, നമ്മുടെ പുതിയ പാപ്പാൻ? ഓ, അന്നത്തെ സംഭവം ശരിക്കും ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. 4-5 പാപ്പാമാര് വരെ ശ്രമിച്ചിട്ടും തളയ്ക്കാൻ പറ്റാതിരുന്ന കേശവൻകുട്ടിയല്ലേ ശങ്കരൻകുട്ടി ചേട്ടൻ ഒറ്റയ്ക്ക് ഒതുക്കിയത്. എന്നിട്ട് ആനപ്പുറത്ത് കയറി ഒരു വരവേ, എന്തൊരു ധൈര്യ! കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അത് ഓർക്കുമ്പോ ദേ രോമാഞ്ചപ്പെടുന്നു. മതി മതി നിന്റെ ഒരു രോമാഞ്ചം. അമ്മാവൻ എന്തൊക്കെ സമ്മാനങ്ങളാ ശങ്കരൻകുട്ടി ചേട്ടന് കൊടുത്തെന്നറിയോ? അന്ന് തന്നെ പുതിയൊരു ജോഡി ഡ്രസ്സും ഒരു വാച്ചും വാങ്ങിക്കൊടുത്തു. പക്ഷേ ശങ്കരൻകുട്ടി ചേട്ടൻ വാച്ച് കെട്ടാറില്ല. പെട്ടിയിൽ വെച്ചിരിക്കാം, ആർക്കും സമ്മാനിക്കാം. ശരിക്കും പറഞ്ഞ എന്ത് കൊടുത്താലും മതിയാവും. വെള്ളിക്ക് ഓർഡർ